നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ട്, നമുക്കറിയാലോ ഈ മുഖ്യമന്ത്രി പദം, അതായത് ആര് മുഖ്യമന്ത്രി ആകും എന്ന് ഉണ്ടായിരുന്ന ചർച്ചയിൽ പോലും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയാം, അതായത് നീണ്ടുപോയി, എനിക്ക് 10-12 ദിവസത്തോളം മുഖ്യമന്ത്രി ചർച്ച തന്നെ നീണ്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഉള്ള സതീശന്റെ ചില നിലപാടുകളും, അതായത് മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളും പാർട്ടിയിലെ അണികളോടുള്ള ചില സമീപനങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്, വിവാദമാവുന്നുണ്ട്, പ്രശ്നങ്ങളുമാവുന്നുണ്ട്. ഇപ്പൊ വാർത്തയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. അതായത് അതിന് ഇനി ചുക്കാൻ പിടിക്കുന്നത് ആരെ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ KC വേണുഗോപാൽ പണ്ട് എന്തൊക്കെ ഇവിടെ നടപ്പാക്കാൻ നോക്കിയിരുന്നോ അതിന്റെയൊക്കെ ഒരു വീണ്ടും ഒരു റീസ്റ്റാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന കാര്യം, VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ആയതിനെ എതിർക്കുന്ന നിരവധി ആളുകളുണ്ട്. അതായത് സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ ദേഷ്യം കൊണ്ട് നടക്കുന്ന, വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ട്രോളുകളായി പറഞ്ഞിട്ടുണ്ട്, മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ തമിഴനും തെലങ്കാനക്കാരനും കർണാടകക്കാരനും ചോദിക്കും, നിനക്കൊക്കെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോടാ, ഞങ്ങൾ മുഖ്യമന്ത്രി ഉണ്ടോടാ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോയ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ നമുക്കറിയാം വലിയ വിവാദമാണ്. കാര്യം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദത്തിന് വേണ്ടിയിട്ട് ഇവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേർ വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അത് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അത് വേറൊരു കാര്യം. എന്നാൽ ഈ VD സതീശൻ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തീക്കകത്ത് കനലിൽ ചവിട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം സതീശൻ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. സതീശൻ മനസ്സിലാക്കാതെ പോയ കാരണം തനിക്കെതിരായി വലിയ ഗൂഢാലോചന നടക്കും എന്നുള്ള കാര്യം സതീശൻ വിട്ടുപോയി. സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സംഘപരിവാറുകാരെ എങ്ങനെ തൊട്ടുതലോടി നിൽക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ പോയൊരു കാര്യമുണ്ടായിരുന്നു. VD സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ കഴിഞ്ഞ ദിവസം ഉയർത്തിക്കൊണ്ടുവന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. MA ബേബി എന്ന് പറയുന്ന നേതാവ്, അതായത് CPM-ന്റെ ദേശീയ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു അത്രേ, അദ്ദേഹം മൃദു ഹിന്ദുത്വ സമീപനം, അദ്ദേഹം മംഗലാപുരത്ത് നമ്മുടെ മൂകാംബിക ദർശനത്തിന് പോയതിനെ അങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് മൃദു ഹിന്ദുത്വം. എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? സതീശൻ എന്തിനങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്തിനങ്ങനെ കള്ളം പറഞ്ഞു? എന്തിനാണ് MA ബേബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ഒരു കള്ളം പറഞ്ഞു? പച്ചക്കള്ളമായിരുന്നു ആ പറഞ്ഞത്. അത് പിന്നീട് MA ബേബി തന്നെ വ്യക്തമാക്കി. അപ്പൊ എന്താണ് സതീശന്റെ ആ ഒരു പ്രയോഗത്തിന്റെ പിന്നിലുള്ളത്? മൃദു ഹിന്ദുത്വ സമീപനം. ആരെയാണ് പ്രൊവോക്ക് ചെയ്യാൻ VD സതീശൻ ശ്രമിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. മൂകാംബിക ദർശനത്തിന് പോയതിനെ ഒരു CPM-കാരൻ എതിർത്തു. അത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കലാണ് എന്നൊരു CPM-കാരൻ പറഞ്ഞു. ഇവിടെ കത്തിക്കാൻ നോക്കുന്നത് വിശ്വാസങ്ങളെ കത്തിക്കാൻ നോക്കുക ചെയ്യുന്നത്. പിടികിട്ടിയോ? വിശ്വാസം എന്താണ്? മൂകാംബികയിൽ പോകുന്നത് ഭക്തി കൊണ്ടല്ല, പകരം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇവിടെ CPM-കാർ വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന നീചമായ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണ് VD സതീശൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. നിർദോഷമായ ആ പ്രസ്താവനയെ കാണാനേ കഴിയില്ല. വസ്തുതയാണത്. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊരു നുണയാണ്, പച്ച നുണയാണത്. ആ നുണ എന്തിനു പറഞ്ഞു? അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യാണ്, അറിയാതെ പറ്റിപ്പോയതാണെങ്കിലും. അങ്ങനെ അറിയാതെ പറ്റില്ലല്ലോ. അങ്ങനെ എങ്ങനെ അറിയാതെ പറ്റുന്നത്? ഇത്രയും കുറ്റകരമായ അല്ലെങ്കിൽ അത്രയും വിമർശനാത്മകമായ ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് അറിയാതെ പറ്റുന്നു എന്ന് പറയുന്നത്? അത് ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന്. VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്ന വെറും ഒരു MLA അല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവല്ല VD സതീശൻ. അതേ മുഖ്യമന്ത്രിയാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളാണ്. എന്തിന്? ആ മുഖ്യമന്ത്രിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പണ്ട് പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത്, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറയുന്ന എന്ത് വിവരക്കേടും വിളിച്ച് പറയാൻ പറ്റിയ ഒരു പൊസിഷൻ അല്ല മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതേപോലെ പ്രൊവോക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ രീതിയിൽ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് ഞാൻ അങ്ങ് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടതും പറയേണ്ടത്. അതിനകത്ത് ഇപ്പൊ പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും, വിശ്വാസി സമൂഹത്തെ ആയിരിക്കത്തില്ല, മറ്റു പലരെയും പ്രീണിപ്പെടുത്താനും. അതാണ് പറഞ്ഞത്. വിശ്വാസി സമൂഹത്തിലൂടെ ആരാണ് വിശ്വാസി സമൂഹത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ? സംഘപരിവാർ.
അപ്പൊ സൂചിപ്പിക്കേണ്ടത് ആരെയാണ്? സംഘപരിവാറുകാരെ സൂചിപ്പിക്കണം, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക. ഇതാണ് ലക്ഷ്യം. ആര് വ്രണപ്പെടുത്തി എന്ന് വരുത്തി തീർക്കണം? CPM വ്രണപ്പെടുത്തി. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന VD സതീശനെ പോലെ ഒരു നേതാവിനെ സത്യത്തിൽ എതിർക്കപ്പെടേണ്ടതല്ലേ? അപ്പൊ ഈ രീതിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താ? സംഘപരിവാറുകാരെ സൂചിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ABVP-കാരൻ കടന്നുകൂടിയിട്ടുണ്ട് ഗവൺമെന്റ് പ്ലീഡർമാരുടെ ലിസ്റ്റ് കൊടുത്തതിനകത്ത്. നമ്മൾ നോക്കിക്കോളൂ, പിന്നെ കേൽക്കർ എങ്ങനെ വന്നു, ഇപ്പോൾ എന്താണ് ശേഷാദ്രിനാഥൻ എങ്ങനെ വരുന്നു? ഈ പറയുന്ന സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെ സംഘപരിവാർ അനുകൂല ഈ പറയുന്ന നേതാക്കന്മാർക്കോ ആൾക്കാർക്കോ ഓഫീസർമാർക്കോ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിലുള്ള PM നിയാസിനെ പോലുള്ള നേതാക്കന്മാരെ അകറ്റി നിർത്തുന്നു, അലോഷ്യസ് സേവ്യറിനെ പോലുള്ള KSU നേതാക്കളെ അകറ്റി നിർത്തുന്നു, അബിൻ വർക്കിയെ പോലുള്ള നേതാക്കന്മാരെ അകറ്റി നിർത്തുന്നു. ഇവരെല്ലാം അകറ്റി നിർത്തുകയാണ്. കഴിഞ്ഞ ദിവസം തേവര ഒരു കോളേജിൽ നടന്ന ഫംഗ്ഷനിൽ അലോഷ്യസ് സേവ്യർ എത്തുന്നു. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അലോഷ്യസ് സേവ്യർ എത്തിയിട്ട് ആ അലോഷ്യസ് സേവ്യർ നോക്കി ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ. കാരണം അത് അറിയാവുന്ന ആൾക്കാരല്ലേ. ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുന്നു. കാര്യം എന്താ? ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി അവർ ഞൊട്ടിക്കൊടുത്ത സ്ഥലത്തെല്ലാം അടിക്കാനും അടികൊള്ളാനും ഈ പറയുന്ന പോലെ ജലപീരങ്കിയുടെ അറ്റാക്ക് നേരിടാനും വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെന്നേ അവര്. ഈ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെതിരായി സമരം ചെയ്തവരാണ് അവര്. എന്തിനാ അവർ പിണറായി വിജയനെതിരായിട്ട് സമരം ചെയ്തത്? അവരുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണോ? അലോഷ്യസ് സേവ്യർ അടക്കമുള്ള KSU-കാർ അല്ലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സമരം ചെയ്തത് ഇവിടെ എന്തിനു വേണ്ടിയാ? അവർക്ക് മനസ്സുഖത്തിനാണോ? അല്ല. അവരുടെ സമരത്തിലൂടെ പിണറായി വിജയനെതിരായി ശക്തമായ ഒരു വികാരം കേരളത്തിനകത്ത് കൊണ്ടുവരിക, അതിലൂടെ തന്റെ നേതാക്കന്മാരെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കർമ്മധീരമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സമര പരിപാടികൾ ഏറ്റെടുത്തവരാണ് KSU-കാർ. എന്നിട്ട് ആ KSU-കാരെ തഴഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് മുഖത്തോട് മുഖം തേവരയിൽ വെച്ച് കണ്ടിട്ട് ആ പറയുന്ന അലോഷ്യസ് സേവ്യറുടെ മുഖത്തേക്കൊന്നും നോക്കിയിട്ടില്ല VD സതീശൻ. അതേസമയം ഗ്രൂപ്പായിട്ട് തന്റെ ഓഫീസിനകത്തേക്ക് RV ബാബുവും ശശികലയും കയറി വന്നപ്പോൾ അവരുടെ തോളെ കൈയിട്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്നവരുടെ കൂടെ നിന്ന് പടമെടുക്കാൻ സതീശന് കഴിയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന PM നിയാസ് കാണാൻ വേണ്ടി സമയം ചോദിച്ചിട്ട് കൊടുത്തില്ല. എന്താണ് സ്വന്തം പാർട്ടിക്കാരോട് ഇത്ര ദേഷ്യം? അതൊരു ചോദ്യം. എന്താണ് VD സതീശന് ഇത്ര ദേഷ്യം? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെല്ലാം കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം VM സുധീരൻ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിലൊരാളാണ് കോൺഗ്രസിന്റെ VM സുധീരൻ, അലോഷ്യസ് സേവ്യറിനെ വിളിച്ച് ആദർശ ധീരൻ എന്നാണ് വിളിച്ചത്. ചങ്കൂറ്റമുള്ളവൻ, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ, ഏത് നിലപാടും തൻ്റെ ഇടത്തോടു കൂടി വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഒരാൾ എന്ന് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് പറയുകയാണെന്നേ. അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് പറയാം. അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കുള്ളിൽ ശക്തമായ സ്പ്ലിറ്റ് ഉണ്ടായി തുടങ്ങി എന്നുള്ളതിന് ജലിക്കുന്ന തെളിവാണത്. തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ VD സതീശനെതിരായി. നമുക്കറിയാം KC എതിര് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ KC ഹൈക്കമാൻഡാണ്. അപ്പൊ KC പറയുന്നിടത്തേ ഉള്ളൂ. അലോഷ്യസ് സേവ്യർ KCയുടെ അടുത്ത ആളാണ്. യൂത്ത് കോൺഗ്രസിൽ ഇരിക്കുന്ന OJ ജനീഷ് ഒരു യോഗ്യത ഇല്ലെങ്കിൽ പോലും ആ സ്ഥാനത്തേക്ക് വന്നതിന് കാരണം എന്താ? KC വേണുഗോപാൽ കാരണമാണെന്നേ. രണ്ടാം സ്ഥാനത്തേക്ക് വന്ന അബിൻ വർക്കിയെ പോലും പുറം തള്ളിക്കൊണ്ടാണ് ഈ OJ ജനീഷ് എന്ന് പറയുന്ന ഒരു അതുവരെ കേട്ടുകഴിവില്ലാതെയും തൃശ്ശൂർ അദ്ദേഹം DCC-യിൽ ഇരുന്ന സമയത്ത് പൈസ വെട്ടിക്കുകയും ചെയ്ത ഒരാൾ എങ്ങനെ അവിടെ ആ സ്ഥാനത്തേക്ക് വന്നു? അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് എങ്ങനെ വരുന്നു? അപ്പോൾ KC വേണുഗോപാൽ കളിച്ച കളിയാണത്. ഷാഫി പറമ്പിൽ എവിടെ? ഷാഫി പറമ്പിൽ ആർക്കൊപ്പോ നിൽക്കുന്നേ? നമ്മൾ ആലോചിച്ച് വെക്കണം. ഇപ്പൊ അകത്ത് കയറി കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കൊപ്പോ നിൽക്കുന്നേ? അകത്ത് കയറിയാൽ പാർട്ടി മെമ്പർ അല്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടം ആർക്കൊപ്പോ? കേരളത്തിലുള്ള ഒരു വലിയ ബെൽറ്റ് ഇപ്പോ തന്നെയല്ല മന്ത്രിസഭയിൽ ആരാ ഏറ്റവും കൂടുതലുള്ളത്? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ബെൽറ്റ് എവിടെയാ നിൽക്കുന്നത്? മന്ത്രിസഭയ്ക്കകത്തൊരു ബെൽറ്റ് ആർക്കൊപ്പോവാ? KCക്കൊപ്പമാണ്. MLA-മാരിൽ ഒരു വലിയ പങ്ക് ആർക്കൊപ്പോവാ? KC വേണുഗോപാലിനൊപ്പമാണ്. പക്ഷെ ഇപ്പോഴും VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതാ കൃഷ്ണലാൽ വന്നിട്ടുണ്ട്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്നു പ്രതിരോധിക്കുക. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അലോഷ്യസ് സേവ്യറിനെ കുറ്റം പറയുകയാണ്. അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ KSU-ന്റെ സംസ്ഥാന അധ്യക്ഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരാള് യൂത്ത് കോൺഗ്രസിന്റെ ഇയാള് കൃഷ്ണലാൽ പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ടവനും നീചനുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആര്? അലോഷ്യസ് സേവ്യർ. മുഖ്യമന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നേരത്തിൽ ന്യായീകരണ തൊഴിലാളിയായിട്ട് അടുത്ത ടീം ഇറങ്ങി. ഇനി കാണാൻ പോകുന്ന ചേരിപ്പോരാണ്. പാർട്ടിയിലെ 2 പേർ തമ്മിൽ, 2 ഘടകങ്ങൾ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിൽ, 2 ഗ്രൂപ്പുകൾ തമ്മിൽ അടിക്കാൻ പോവാണ്. ഇനി ഈ അടി അങ്ങോട്ട് തുടങ്ങും. ഈ അടി തുടങ്ങിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി അവകാശപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ
ഇവര് മാനിഫെസ്റ്റോ അനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ ആര് എപ്പോൾ എങ്ങനെ നടപ്പിലാക്കും? ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇന്ദിര പിന്നെ പ്രിയദർശിനി എന്ന് പറയുന്നുണ്ട്. ഇതിൽ 75 കോടി രൂപയാണ് പിന്നെ ഈ കഴിഞ്ഞ ഒരു മാസം ഇന്ദിര പറയുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനത്തിനുണ്ടായത്. അല്ല, KSRTCക്ക് വരുമാന നഷ്ടം ഉണ്ടായത്. ഇവിടെ നോക്കുമ്പോൾ 900 കോടി രൂപയാണ് 12 മാസത്തേക്ക് ഈ മൊത്തം നഷ്ടമുണ്ടാകുക. ഈ നിലയ്ക്ക് കണ്ടിന്യൂ ചെയ്താൽ ആൾക്കാരുടെ എണ്ണം കൂടി, വണ്ടിക്കകത്ത് കയറുന്നവരുടെ. പക്ഷേ എണ്ണം കൂടിയപ്പോൾ വരുമാനം ഇല്ലാതായി, എണ്ണം കൂടി. അപ്പൊ ഇത് 900 കോടിയായി. ആകെ 600 കോടിയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ 300 കോടി എവിടെ പോയി കണ്ടെത്തും? അപ്പൊ ഈ 300 കോടിയും കൂടെ ആർക്ക് ബാധ്യതയാവും? പിന്നെ വർഷാവസാനം KSRTCക്ക് ബാധ്യതയാവും. അത് ചെലവ് നടക്കണ്ടേ? ഇപ്പൊ തന്നെ KSRTCയിലെ കുറെ ജീവനക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. കുറെ അധികം ആൾക്കാർ, താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ KSRTC ഇത് തന്നെയാണ് LDF നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഇരുണ്ട കാലത്തിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇനിയും നടക്കാൻ പോകുന്നത് ഈ ചേരിപ്പോരാ. ഇപ്പൊ കൃഷ്ണലാലും കൂടെ ഇറങ്ങി. ഇനിയും കഴിഞ്ഞ ദിവസം പിന്നെ ദീപ്തി മേരി വർഗീസ് ഇറങ്ങി. ദീപ്തി മേരി വർഗീസ് എന്ത് ചെയ്തു? ഈ പറയുന്ന VD സതീശനെ പിന്തുണച്ചുകൊണ്ട് വന്നു. അപ്പം ഇനിയും ഓരോരുത്തരും ഇങ്ങനെ വഴിയെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം സംഭവിക്കാൻ പോകുന്നത് ഈ പിന്നെ KC വേണുഗോപാലിന്റെ ഒരു ബെൽറ്റും VD സതീശന്റെ സ്വതവേ ദുർബലമായ ഒരു ബെൽറ്റും, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എപ്പോഴും ഒരു ശക്തമായ ഒരു ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെയാണ്, ഹൈക്കമാൻഡ് തന്നെയാണ്. അതിലും താഴെയാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് വരുന്നത്. അപ്പോൾ VD സതീശനെ പിന്തുണയ്ക്കുമോ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമോ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ഉണ്ടാകുകയും ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇനിയും വരാൻ പോകുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇനിയും പിന്നെ ഈ തർക്കം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കേരളത്തിലെ ഭരണസ്തംഭനം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയിലേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെടുകയും ചെയ്യും. ഇവരുടെ ഈ തർക്കവും പ്രശ്നവും ഒരിക്കലും കഴിയില്ലെന്നേ. കാരണം അത് എല്ലാവർക്കും ഈ DK ഇപ്പം DK ഏറ്റവും ഒടുവിൽ DK മുഖ്യമന്ത്രി ആയില്ലേ എന്ന് പറയുന്ന പോലെ ഒരു സമവായം ഉണ്ടാവും ഇവിടെ. ഈ സമവായത്തിൽ KCക്ക് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുക, വഴിവെട്ടുക എന്നുള്ള പരിപാടിയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ശരിക്കും VD സതീശൻ ചെയ്യുന്നത്.